ശ്രീ റോണി കെ ബേബി, ഇവിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. രാജ്യത്തിൻ്റെ വികസനം, മധ്യവർഗത്തിൻ്റെ വികസനം, സൈബർ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. സോണിയ പറഞ്ഞത് ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. പ്രതിപക്ഷ നേതാവായ രാഹുൽ പറഞ്ഞത് ബോറിംഗ് എന്നാണ്. എങ്ങനെയാണ് ഒരു ഉള്ളടക്കം, നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ബോറിംഗ് ആകുന്നത്? ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യവും ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മേനോൻ അവസാനം പറഞ്ഞു നിർത്തിയതും അത് രണ്ടും കൂടി ഒന്നിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഇപ്പോഴാണ് കറക്റ്റ് ഒരു ട്രാക്കിൽ നമ്മുടെ ചർച്ച എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതുപോലെയുള്ള സില്ലി ആയിട്ടുള്ള വിഷയങ്ങൾ ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. അത് കോൺഗ്രസ് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ആ നയപ്രഖ്യാപന പ്രസംഗം ബോധപൂർവം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി BJP ഇങ്ങനെ ഒരു അജണ്ട, ഒരു നരേറ്റീവ് സെറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ നയപ്രഖ്യാപന പ്രസംഗം തന്നെ ചർച്ച ചെയ്യാം. ഇതിന്റെ അവസാനം എന്താണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതും എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതാണ് ഇന്ന് ഈ പറയുന്ന ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മേനോനും അതുപോലെ നുസ്രത് ജഹാനും ഒക്കെ പറഞ്ഞതുപോലെ മോദിയുടെ കരുത്തില് ഈ രാജ്യം ഒരു വലിയ സാമ്പത്തിക ശക്തിയെ നമ്മൾ മുന്നോട്ട് പോവുകയാണോ? ഇന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ പ്രസംഗത്തിനൊപ്പം വെച്ച ഈ പറയുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ട് 2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ യാഥാർത്ഥ്യം. ഇത്രയാണ് നമ്മുടെ GDP പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. 6.3 മുതൽ 6.8% വരെ. എത്രയായിരുന്നു കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്? 8% മുകളിൽ, 9% മുകളിൽ സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യം നേടുമെന്നായിരുന്നു അവകാശവാദങ്ങളെല്ലാം. ഒരു സാമ്പത്തിക വളർച്ച നേടിയാൽ മാത്രമേ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2047 അമൃത് ഭാരത് എന്ന് പ്രഖ്യാപിച്ച ഓരോ ഇന്ത്യക്കാരന്റെയും ശരാശരി സാമ്പത്തിക വരുമാനം $13,000 നിലയിലേക്ക്, ആളോഹരി വരുമാനം $13,000 നിലയിലേക്ക്, ഇന്ത്യ 5 ട്രില്യൺ വളർച്ച നേടുന്ന സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയുള്ളൂ. പക്ഷെ ഇപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള യാഥാർത്ഥ്യം. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ഈ പറയുന്ന അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും അല്ലാതെ. ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, പിന്നോക്കക്കാരായ ആളുകൾ, അവർക്കെല്ലാം ഗ്യാസ് സിലിണ്ടർ കൊടുത്തു. നല്ല കാര്യം, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വന്ന് പഠനങ്ങളിൽ കൂടെ അങ്ങ് ശ്രദ്ധിക്കണം. ഇതിൽ പകുതിയോളം ഗ്യാസ് സിലിണ്ടറുകൾ രണ്ടാമതൊരിക്കൽ ഫില്ല് ചെയ്യാൻ, നിറയ്ക്കുവാൻ സാമ്പത്തിക ശേഷി ഇല്ലാതെ ആ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ വീടിന്റെ മൂലയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന കണക്കിന് വന്നു. അങ്ങേക്കറിയാമോ, ഏറ്റവും പുതിയ കണക്ക് പറയുന്നത് ഇന്ത്യയുടെ 50% വരുന്ന ജനങ്ങളുടെ പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് 100 രൂപയ്ക്കും 150 രൂപയ്ക്ക് ഇടയിലാണ്. ഏതാ 50% ഓഫ് ദ പോപ്പുലേഷൻ. ഇനി മോണിറ്ററിംഗ് ഓഫ് ഇന്ത്യൻ എക്കോണമി, അത് കോൺഗ്രസിന്റെ സംഘടനയല്ല. അവര് പറഞ്ഞത് എത്രയെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് 9.4%. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി പറഞ്ഞത്. അതും അവിടെ നിൽക്കുന്നില്ല. 18 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 40%. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. നിത്യോപയോഗ സാധനങ്ങളുടെ, എസൻഷ്യൽ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് 2 ഡിജിറ്റിന് മുകളിലേക്ക് ഉയർന്നിരിക്കുക, 10% മുകളിലേക്ക് ഉയർന്നിരിക്കുക. അതാണ് നമ്മളിവിടെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2024 വരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്, നടപ്പാക്കിയത് വലിയ വലതുപക്ഷ കോർപ്പറേറ്റ് സാമ്പത്തിക നയങ്ങളാണ്. ആ ബജറ്റുകൾ മുഴുവൻ അതിന്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നത് തീവ്ര മുതലാളിത്ത നയങ്ങളായിരുന്നു. 2019 നമ്മൾ കണ്ടു, ആദ്യമായി നമ്മുടെ ഇവിടുത്തെ കോർപ്പറേറ്റ് മേഖലയ്ക്ക് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ വലിയ രീതിയിൽ വെട്ടിച്ചുരുക്കി. പക്ഷേ അതിന്റെ ഒരു എഫക്ട് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ടോ? തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. ഇന്നത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ ആ പ്രസംഗത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വർഷത്തെ മൂലധന ചെലവ് 11.1 ലക്ഷം കോടിയായി നമ്മൾ വെച്ചിരുന്നെങ്കിൽ അതിന്റെ 40% മാത്രം ചെലവഴിച്ചിട്ടുള്ളൂ. ഇനി 2 മാസം കൂടെ ഉള്ളൂ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ട്. ഫെബ്രുവരി, മാർച്ച് ഈ 2 മാസങ്ങളിൽ ഇനി നമുക്ക് 60% ഈ 2 മാസത്തിൽ ചെലവഴിക്കാൻ പോകുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം സർക്കാർ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 2003 ബഹുമാനപ്പെട്ട വാജ്പേയി സർക്കാരാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. ബജറ്റിന്റെ കമ്മി 3% താഴെ നിർത്താൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ 2021-22 നിരക്ക് വെച്ച് നമ്മുടെ കമ്മി എത്രയാണെന്നറിയുമോ? 20 ലക്ഷം കോടി രൂപയിലേക്ക് നമ്മുടെ ബജറ്റ് കമ്മി മാറിയിരിക്കുക. അതായത് 9% മുകളിലേക്ക്. അപ്പോൾ ഈ ബജറ്റ് കമ്മി കൂടുമ്പോൾ, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള GDP വളർച്ച ഉണ്ടാകാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയുമോ? സർക്കാരിന്റെ വരുമാനം കുറയും, നികുതിയേതര വരുമാനം കുറയും.
അപ്പോൾ അത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് ബാധിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഇങ്ങനെ വിഷയത്തെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടുകൊണ്ട്, വിഷയത്തെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെ സോണിയാഗാന്ധി അത് പറഞ്ഞു ഇത് പറഞ്ഞു അതേ പിന്നെ പിടിക്കാതെ നമ്മുടെ രാജ്യത്തെ യഥാർത്ഥ വിഷയങ്ങൾ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആരാണ് ഈ വിഷയം ഇങ്ങനെ വ്യതിചലിപ്പിച്ച് കൊണ്ടുപോയത്? ഇന്നത്തെ ദിവസം ഞാൻ ചോദിച്ചു, ഇന്നത്തെ ദിവസം ഈ 145 കോടി ജനങ്ങളുടെ ജീവൽ പ്രശ്നത്തെ ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് കോൺഗ്രസ് കൊണ്ടുവന്നതല്ല, ഇന്നത്തെ പ്രസിഡന്റിന്റെ പ്രസംഗത്തോടൊപ്പം ഉണ്ടായ സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതാണ് ഈ രാജ്യം ചർച്ച ചെയ്യേണ്ടത്. സോണിയാഗാന്ധി എന്ത് പറഞ്ഞു അതായിരുന്നല്ലോ സാർ, അതായിരുന്നു പറയേണ്ടത്. സോണിയാഗാന്ധിക്ക് അറിയില്ലേ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കണം, അവർക്ക് അറിയില്ലേ, അതാണ് പറയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം ചോട്ടെ, എനിക്ക് 1 മിനിറ്റ് സമയം മാത്രം തന്നാൽ മതി. ബഹുമാനപ്പെട്ട ബി രാധാകൃഷ്ണ മേനോനൊക്കെ ഇവിടെ നമ്മുടെ ആദിവാസി ദളിത് വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. 2 ആഴ്ച മുമ്പാണ് RSSന്റെ, എനിക്ക് ഇനി രാധാകൃഷ്ണ മേനോൻ സാർ പറയുമെന്ന് അറിയത്തില്ല, BJP പിന്നെ ഒന്നാണ്, RSS വേറാണ്. പക്ഷേ മോഹൻ ഭഗവത് എന്താ പറഞ്ഞത്? ഇവിടുത്തെ ആദിവാസികൾ സർവാപസം നടത്തിയില്ലായിരുന്നെങ്കിൽ അവരെല്ലാം രാജ്യവിരുദ്ധരായി മാറും എന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത പ്രണബ് മുഖർജിയെ കോട്ട് ചെയ്ത്, അത് ശരിയാണെന്നോ നിഷേധിക്കാനോ എന്ന് പ്രണബ് മുഖർജി ഇല്ല. പ്രണബ് മുഖർജി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ ഭഗവത് ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴുന്ന ഈ രാജ്യത്തെ ആദിവാസികൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള വനവാസികൾ ഇവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണോ ബഹുമാനപ്പെട്ട RSSന്റെ തലവൻ പിന്നെ ചിന്തിച്ചിരിക്കുന്നത്? അതുപോലെയാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട അമിത്ഷാ അദ്ദേഹം പറഞ്ഞത് എന്താ? നിങ്ങൾ ഈ അംബേദ്കർ എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തെ വിളിച്ചാൽ നിങ്ങൾ നേരെ സ്വർഗത്തിൽ പോകും. അപ്പോൾ അതിലൂടെ എന്താ, ആരാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ സെപ്റ്റംബർ 10, 2024 സുപ്രീം കോടതി പറഞ്ഞത്? സെപ്റ്റംബർ 10, 2024 രാഹുൽ US വിസിറ്റ് നടത്തിയപ്പോൾ പറഞ്ഞതും താങ്കൾ മറന്നു കാണില്ലല്ലോ അല്ലേ? വി വിൽ തിങ്ക് ഓഫ് സ്ക്രാപ്പിംഗ് റിസർവേഷൻ. അപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ നയം? ഇത് രാഹുൽ പറഞ്ഞതാണ്. ഒരു ഗ്രാമത്തിൽ സംഘപരിവാർ സംഘടനകൾ, മധ്യപ്രദേശിലെ ഗ്രാമത്തിൽ ഒരു ക്രൈസ്തവനായ ഒരു വനവാസിയെ ആ ഗ്രാമത്തിൽ അടക്കാൻ പോലും പാടില്ല എന്ന് നിലപാടെടുത്തവരാണ് സംഘപരിവാറുകാർ. അവരാണ് ഇപ്പോൾ വന്ന് വലിയ ആദിവാസി സ്നേഹം പറയുന്നത് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ ശ്രീ റോണി കെ ബേബി, ഞാൻ ചോദിച്ചത് രാഹുലിന്റെ പരാമർശമാണ് 2024 US വിസിറ്റ് നടത്തിയപ്പോൾ സെപ്റ്റംബർ 10 പറഞ്ഞത് വി വിൽ തിങ്ക് ഓഫ് സ്ക്രാപ്പിംഗ് റിസർവേഷൻ. അതെന്താണ് ഉദ്ദേശിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഈ കൃത്യമായി തന്നെ ഇന്ത്യൻ പിന്നെ അതെന്താണ് നയം? രാഹുലാണല്ലോ പറഞ്ഞത്. എന്താണ് നയം? രാഹുൽ ഗാന്ധി അല്ലെ ഇതൊക്കെ ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇന്ന് കോൺഗ്രസിന്റെ അജണ്ട എന്താ? ഇന്നൊക്കെ ഞങ്ങൾ വലിയ സമരഭൂത്താണ്, ജയ് ബാപ്പു ജയ് ഭീം ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. എന്താ കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെടുന്നത്? ഇവിടെ പിന്നോക്ക പിന്നെ സെൻസസ് നടക്കണമെന്നുള്ള, ബാക്ക്വേർഡ് സെൻസസ് നടക്കണമെന്നാ. BJP അതിന്റെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ 2021 നടക്കേണ്ട സെൻസസ് ഇതുവരെ നടത്താത്തത്? 2011 മൻമോഹൻ സിംഗ് ആണ് സെൻസസ് നടത്തി കൃത്യമായി പിന്നോക്ക വിഭാഗങ്ങളുടെ ഡേറ്റ ക്രോഡീകരിച്ചത്. പക്ഷെ 2014 അധികാരത്തിൽ വന്ന BJP സർക്കാർ അത് പുറത്തുവിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിന്നോക്ക സംവരണം, ഈ പിന്നോക്ക സെൻസസിന്റെ ഡേറ്റ അവർ പുറത്തുവിടാത്തത്? അപ്പോൾ ആരാണ് കൃത്യമായി ഈ സംവരണം? കാരണം RSSന്റെ പ്രഖ്യാപന നിലപാട് എന്താ? RSS എല്ലാ കാലത്തും പറഞ്ഞത് ഈ സംവരണം വേണ്ട, സംവരണം എടുത്തുകൊള്ളണം. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ കൃത്യമായി തന്നെ പിന്നോക്ക ഈ സർവേ നടത്തണം, പിന്നോക്ക സെൻസസ് നടത്തണം. ഞങ്ങളുടെ ഒന്നാമത്തെ മുദ്രാവാക്യം, കോൺഗ്രസിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഈ പറയുന്ന പിന്നോക്ക സെൻസസ് നടത്തണം, അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്.